വൈകുന്നേരം കുറച്ച് സമയം നമ്മുടെ പുഴയരികിൽ പോയി ഇരിക്കാമെന്ന് ഓർത്തപ്പോഴാണ് എന്നില നൊസ്റ്റു നാഗവല്ലി അങ്ങ് ഉണർന്നത്. അത് വേറൊന്നും കണ്ടിട്ടില്ല അല്ലേ, നമ്മുടെ ഈ വട്ടേല കണ്ടിട്ടാണ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇതിൻ്റെ വലിയ മരമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ചെടിയാണ്. അങ്ങനെ ഞാൻ ഓടിപ്പോയി അതും പറിച്ചിട്ടാണ് വന്നത്. അങ്ങനെ വട്ടേലയും പറിച്ച് ആ പാട്ടും പാടി വന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ കാന്താരി നിൽക്കണ കണ്ടത്. അങ്ങനെ നമ്മൾ കുറച്ച് കാന്താരി മുളകും പറിച്ചിട്ടുണ്ട്. കുറേ കാലം മുന്നേ വരെ നമ്മുടെ പറമ്പിൽ എവിടെ നോക്കിയാലും ഈ കാന്താരി ആയിരുന്നു കേട്ടോ. ഇപ്പം അതിനെ കാണാനില്ല. ഇപ്പം ഇത് നമ്മൾ നട്ട് വളർത്തിയതായിരുന്നേ. ആ മുളകിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കുഞ്ഞൻ കല്ലിന് ഒരു കുഞ്ഞി ചമ്മന്തി അങ്ങോട്ട് ഉണ്ടാക്കിയേ. അപ്പം നമ്മുടെ കിയ നല്ല മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മനസ്സിലായോ ഞാൻ ആ വട്ടയില കൊണ്ടുവന്നത് എന്തിനാണെന്ന്? നമ്മുടെ വട്ടയിലക്കകത്തോട്ട് നല്ല ചൂട് മധുരക്കിഴങ്ങിന് അങ്ങോട്ട് ഇട്ടിട്ട് ഈ കാന്താരി മുളകും കൂട്ടി തിന്നുമ്പം എൻ്റെ സാറേ ചുറ്റുമുള്ളതൊന്നും പിന്നെ കാണില്ല. അങ്ങനെ ഞാനിവിടെ ഇരുന്ന് ഇത് കഴിക്കണം കണ്ടപ്പോഴേ വേണ്ടെന്നും പറഞ്ഞ സ്ത്രീക്ക് കൊതിയായി. അല്ലേലും അങ്ങനെയാണല്ലോ, നമുക്ക് വേണ്ടെന്നും പറഞ്ഞിരുന്നാലും മറ്റൊരാൾ ഇത് കൊതിയോടെ കഴിക്കണം കാണുമ്പോഴേ നമുക്കത് കഴിക്കാൻ കൊതി വരും. അങ്ങനെ സ്ത്രീയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണേ പെട്ടെന്ന് കഴിച്ചിട്ട് പോവാൻ നമുക്ക് വേറൊരു സാധനം സെറ്റാക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി നമ്മുടെ പുഴയരികിൽ ഒരു സാധനം സെറ്റാക്കി വെച്ചിട്ട് ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നിട്ടേ ദിവസങ്ങൾ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കുഞ്ഞും കൂടി ഓടിച്ചെന്ന് ഇത് മീൻ പിടിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയൊരു സെറ്റാണ് കേട്ടോ. എന്താവുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാനും കുഞ്ഞും കൂടി വളരെ സാഹസികമായി അത് നമ്മുടെ തട്ടേന്ന് താഴ്ത്തിറക്കിയേ. നമ്മളതെടുത്തിട്ടേ നമ്മുടെ മീൻ കുളത്തിൽ നിന്ന് നമ്മുടെ പുഴയായിട്ട് കണക്ട് ചെയ്യണ ഒരു തൂമ്പുണ്ട് കേട്ടോ. നമ്മൾ അവിടെ കൊണ്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. അവിടെ ആകുമ്പം നമ്മൾ വെള്ളം ഇങ്ങനെ ഇറങ്ങി കയറുമ്പം മീൻ കയറുന്നതാണ് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നത് കേട്ടോ. എന്താവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ആദ്യത്തെ ഒരു പരീക്ഷണമാണേ. അത് ഞാനതിനെ വെറുതെ ഒന്ന് വെള്ളത്തിലിട്ട് നോക്കി കേട്ടോ. എന്നുവെച്ചാൽ ഇത് താന്ന് കിടക്കുമോ ഇത് പൊങ്ങിപ്പോരുമോ എന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും അത് താന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ രണ്ടാമത് അതെടുത്തിട്ട് അതിനകത്ത് ചോറ് വെച്ചിട്ട് വീണ്ടും വെള്ളത്തിലോട്ട് ഇട്ടേ. അപ്പോൾ അത് പിന്നെ താഴാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് പിന്നെ ഒരു കമ്പെടുത്തിട്ട് നമ്മളതിനെ കുത്തി താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. കറങ്ങിപ്പോണു. ഓ പയ്യ ചെയ്യുന്ന പുറത്തോട്ടുള്ളു. ആ അങ്ങനെ പിടിച്ച് നിവർത്ത്, കനമൊന്നുമില്ലല്ലോ. മീനൊന്നും കയറത്തില്ല. പിന്നെ നമ്മളതെല്ലാം സെറ്റാക്കിയിട്ട് മീൻ കയറുമോയെന്ന് അറിയത്തില്ലെന്നൊക്കെ ഞങ്ങൾ പറയണുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം അവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് നമുക്ക് വൈകിട്ടൊരു കല്യാണമല്ല, കല്യാണത്തിൻ്റെ തലേ ദിവസം ഫംഗ്ഷനുണ്ട്. എന്നാൽ പിന്നെ അതിന് പോകണം. അപ്പോൾ പിന്നെ പോയെന്നാൽ ബാക്കിയെല്ലാം കുളിച്ചൊക്കെ റെഡി ആകണ്ടേ. അപ്പം പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോന്നിട്ടുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ശ്രീ കുഞ്ഞുവിനെ ഇച്ചിരി നേരം കുറച്ച് നേരം ഇരുത്തി പഠിപ്പിച്ചിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായി. ഞാനത് കഴിഞ്ഞിട്ട് ശ്രീനോട് കുറച്ച് വീഡിയോ എടുത്താന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണേ. വൈകിട്ട് വന്നിട്ട് പിന്നെ എനിക്ക് ക്ഷീണം കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പിറ്റേ ദിവസം രാവിലത്തെ സംഭവമാണ്. രാവിലെ നമ്മൾ ഇന്നലെ ഇട്ടില്ലേ മീൻ പിടിക്കാനായിട്ട്, അത് നോക്കാൻ വേണ്ടിയിട്ട് പോണതാണ് കേട്ടോ. രാവിലെ ഞാൻ പറമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ടേ പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നിൽക്കും കേട്ടോ. എല്ലാവർക്കും പോകേണ്ടതായതുകൊണ്ട് സമയം പോകുമെന്നും പറഞ്ഞ് കീ അവിടെ ബഹളമൊക്കെ വെക്കുവേ. എന്നാലും ഞാൻ ഇച്ചിരി നേരം പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ച് അവിടെ ഇവിടെ പുല്ലിനോടും പൂവിനോടും എല്ലാം കിന്നാരമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നടന്നിട്ടേ ഞാൻ വീട്ടിൽ പോവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ വന്ന് നമ്മുടെ മീൻ കൂട് പൊക്കി നോക്കുവാണേ.
ഞാൻ വന്ന് നോക്കുമ്പോൾ അതിനെ കാണാനുണ്ടായിരുന്നില്ല. അത് വെള്ളത്തിലോട്ട് താഴ്ന്ന് കിടക്കുമായിരുന്നേ. പിന്നെ നമ്മൾ അവിടെ ഒരു പൈപ്പ് എടുത്തിട്ടായിരുന്നു ഇന്നലെ ശ്രീ അതിനെ താഴ്ത്തി വെച്ചിരുന്നത്. ഞാനതെടുത്ത് ഇതിനെ കുത്തിപ്പൊക്കി മുകളിലെത്തിച്ചപ്പോഴത്തേക്കേ എൻ്റെ കയ്യിൽ നിന്ന് ആ പൈപ്പ് വെള്ളത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ ശ്രീയോട് പറഞ്ഞിട്ടില്ല, ഇനി വൈകിട്ട് വന്നിട്ട് അത് തപ്പി നോക്കണം. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാനതങ്ങോട്ട് കുത്തിപ്പൊക്കി എടുത്തേ. വീഡിയോ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത്ര സിമ്പിളൊന്നും അല്ലായിരുന്നു കേട്ടോ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ അതിനെ വലിച്ച് മേളിൽ കയറ്റിയപ്പോഴാണേ അതിനകത്തൊരു ചെമ്മീൻ. നമ്മൾ മീൻ കിട്ടൂലെന്നായിരുന്നു സത്യത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരു ചെമ്മീനെ കിട്ടി. അങ്ങനെ ഞാൻ അതിനെ എന്തായാലും ഒരു ചെമ്മീനെങ്കിലും ഒരു ചെമ്മീൻ. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നിയേ. അത് നമ്മുടെ ചെറുതാണെങ്കിലും എൻ്റെ കൈ കിട്ടതിങ്ങനെ കാല് വെച്ചിട്ട് ഇറുക്കം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിനെ തിരിച്ച് വെള്ളത്തിലോട്ട് തന്നെ ഇട്ട്, പാവം ഉണ്ടെന്ന് ഓർത്തിട്ട്. സാധാരണ ഇവിടെ അച്ഛനുള്ളപ്പോഴേ ഇങ്ങനെ വെള്ളം പുഴയിൽ കയറി വരുന്ന സമയത്തൊക്കെ ധാരാളം മീനൊക്കെ പിടിക്കാറുള്ളതാണ് കേട്ടോ. ചെമ്പല്ലി എന്നൊക്കെ പറയണ മീനൊക്കെ അച്ഛൻ ചൂണ്ടയിട്ടിട്ട് ചൂണ്ടയിലൊക്കെ പിടിച്ചെടുക്കും കേട്ടോ. ഇപ്പം ദേ മഴ പെയ്തിട്ടേ നമ്മുടെ മീൻകുളമാണെങ്കിൽ നല്ലതായിട്ട് കലങ്ങി കിടക്കുവാണ് കേട്ടോ. ചായയുടെ കളറാണ് മീൻകുളത്തിലെ വെള്ളത്തിനെ. ഇതിനകത്ത് നമ്മൾ മീൻ വളർത്താനിടും, കഴുന്നകൾ കയറി മീൻ തിന്നും. ഇത് തന്നെയാണ് ഇവിടെ സ്ഥിരം കലാപരിപാടി. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കെല്ലാം പോകാനായി, അവരെല്ലാം കാപ്പി കുടിക്കാനിരുന്നായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ പുട്ടായിരുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുഞ്ഞുവിന് വീഡിയോയിൽ കാണിക്കാനായിട്ട് ഭയങ്കര നാണായതുകൊണ്ടാണ് അവനിങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ അവർ പെട്ടെന്ന് കഴിച്ചിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നേ. അവരെല്ലാം പോകുന്ന പുറകെ ഞാനും പോരാനായിട്ട് ഇറങ്ങിയായിരുന്നേ. ഞാൻ ഇറങ്ങുന്ന സമയത്ത് ചെറുതായിട്ട് മഴ പെയ്യണുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓടിപ്പോയി നമ്മുടെ പിനാക്കിനോടൊക്കെ ടാറ്റാ ബബ്ബയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സി യു. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.